നമസ്കാരം. ഗീതാകന്ധം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കാണാൻ കൊതിച്ചിരുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് ഗീതാഗോവിന്ദം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മറ്റൊന്നുമല്ല, ഗീതു തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗോവിന്ദൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ള സത്യം. ഇനിയാണ് നീണ്ട 13 അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യങ്ങളൊക്കെ പുറത്തു വരാൻ പോവുകയാണ്. ഗീതു എന്തായാലും ആ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് അതൊക്കെ അറിയണം. എന്തായാലും ആദ്യ ഒരു പടി എന്നോണം ഗീതു തൻ്റെ അമ്മയായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല രഞ്ജുവിനെയും അതുപോലെ വിജയലക്ഷ്മിനെയും ചേർത്ത് നിർത്തുകയാണ് ഗീതു. ഇനി ഗോവിന്ദനെയും കൂടി ഇവർക്കൊപ്പം ചേർത്ത് നിർത്തണം, എന്നിട്ട് എല്ലാവർക്കും കൂടി അറക്കല്ലിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനിടയിൽ അമ്മയ്ക്കും മകനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അപ്പോൾ അതൊക്കെ കുത്തി വിജയലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. വിജയലക്ഷ്മി ഒന്നും പറയാതിരിക്കുകയാണ്. കാരണം മാധവേട്ടൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ടാണ് സത്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മിക്ക് ഒന്നും പറയാനാകുന്നില്ല. അപ്പോൾ ഒരു വിധി നമ്മളെ തമ്മിൽ അടുപ്പിച്ചതുപോലെ വിധി ഞങ്ങൾക്കിടയിലും ഒരു വലിയ കളി കളിച്ചു. മാധവേട്ടനെയും ഗോവിന്ദനെയും എന്നെയും തമ്മിൽ തെറ്റിക്കുന്ന ഒരു കളി, ചൂതുകളി. അപ്പോൾ ഗീതു കണ്ടുപിടിക്കുകയാണ്, ആ ചൂതുകളി കളിക്കണമെങ്കിൽ അതിൽ പകിടയറിയാൻ ഒരു ശകുനി കാണണമല്ലോ. അപ്പോൾ ആ ശകുനിയാണ് രാധിക അമ്മാലേത്. അപ്പോൾ ഇതിലും കൂടുതലും മകളെ എനിക്ക് നിന്നോടൊന്നും പറയാനാകില്ല എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി പറയുകയാണ്. അപ്പോൾ ഗീതുവിന് കാര്യങ്ങളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയാണ്. കാരണം അതിനിടയിൽ ഗീതു പറയുന്നുണ്ട്, കാരണം രാധികാമ്മയാണല്ലേ അപ്പോൾ എല്ലാത്തിനും കാരണം. രാധികാമ്മ അവിടെ നിന്ന് മാറിയാലേ, അല്ലെങ്കിൽ രാധികാമ്മേനെ പുറത്താക്കിയാലേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്കുൾപ്പെടെ ഗോവിന്ദേട്ടൻ്റെ ആ ഒരു സ്നേഹം കിട്ടുകയുള്ളൂ. കാരണം എപ്പോഴും ഇങ്ങനെ വിഷം കുത്തിവെച്ച് കൊടുക്കുന്ന ഗോവിന്ദൻ്റെ രാധികാമ്മ ഇങ്ങനെ വിഷം കുത്തിവെച്ച് കൊടുത്ത് ഗോവിന്ദൻ എല്ലാവരെയും വെറുത്തിരിക്കുകയാണ്. ആകെ ഇഷ്ടപ്പെടുന്നത് രാധികാമ്മേനാണ്. പിന്നെ ഗീതു വന്നതിന് ശേഷം കുറച്ചധികം മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. കാരണം ഗോവിന്ദൻ അത്രത്തോളം ഗീതുവിനെ പ്രണയിക്കുന്നുണ്ട്. ആ സ്നേഹം കൊണ്ട് കുറേ അധികം മാറ്റങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഗീതുവിനായിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മയും മകനെയും സഹോദരിയൊക്കെ തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള ശ്രമമാണ്. എന്തായാലും രഞ്ജുവിന് അത്രയും വലിയ മാരകമായിട്ടുള്ള ഒരു അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് ഗോവിന്ദ് ഒരിക്കലും രഞ്ജുവിനെ തള്ളിപ്പറയില്ല. ഇനി എപ്പോഴും ചേർത്ത് നിർത്തുകയുള്ളൂ. അപ്പോൾ ആ ഒരു കളിയാണ് ഇനി ഗീതു കളിക്കാൻ പോകുന്നത്. കാരണം രഞ്ജുവിനെ എവിടെയാണ് നീ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ഗീതുവിനോട് ഗോവിന്ദ് ചോദിക്കുമ്പോൾ, അത് ഞാൻ ഒരു സ്ഥലത്ത് ആക്കിയിട്ടുണ്ട്, ഒരു ഹോസ്റ്റലിലാണ്, വാർഡൻ്റെ നമ്പർ അയച്ചു തരാം, അവിടുന്ന് രഞ്ജുവിനെ കൊണ്ട് തന്നെ ലൊക്കേഷൻ അയപ്പിച്ചു തരാം. അപ്പോൾ അറക്കലിൽ ഇവിടെ വിജയലക്ഷ്മിയുടെ അടുത്ത് ഗോവിന്ദൻ എത്തുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സംസാരം ഗീതുവിന് അറിയണം. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പിണക്കം എത്രത്തോളം തീവ്രതയാണെന്നൊക്കെ ഗീതുവിന് അറിയണം. അപ്പോൾ അതിനിടയിലേക്ക് അജാസിനെ പറഞ്ഞു വിടുകയാണ് രഞ്ജുവിൻ്റെ പയ്യനെ കൊണ്ടുവരാൻ. അപ്പോൾ അവരുമായിട്ട് ഗീതു കടന്നു വരും. അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇവർ തമ്മിലെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വിജയലക്ഷ്മിയാണ് ഗോവിന്ദൻ്റെ അമ്മ എന്നുള്ള ഒരു സത്യം ഗീതു മറച്ചു വെക്കുകയാണ്. അത് അറിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി പറയുകയാണ് വിജയലക്ഷ്മി. കാരണം വിജയലക്ഷ്മിക്ക് ഭയമാണ്. എല്ലാ രഹസ്യങ്ങളും ഗീതു അറിഞ്ഞു എന്ന് അറിഞ്ഞാൽ എൻ്റെ മകൻ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുമോ കടുങ്കൈ ചെയ്യുമോ എന്നുള്ളതാണ് വിജയലക്ഷ്മിയുടെ ഭയം. അത് തന്നെയാണ് രഞ്ജു പറയുന്നതും. രഞ്ജുവിനോട് ഒരിക്കൽ അങ്ങനെ ഗോവിന്ദ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് വിജയലക്ഷ്മിയോട് പറഞ്ഞത് കൊണ്ട് തന്നെ വിജയലക്ഷ്മിക്ക് അതൊരു ഭയമാണ്. അതുകൊണ്ട് മകളെ നീ അങ്ങനെ ഒന്നും അറിഞ്ഞെന്ന് അറിയിക്കണ്ട എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും ഗീതുവിൻ്റെ സപ്പോർട്ടായിട്ട് അജാസും കൂടിയുണ്ട്. അങ്ങനെ ഇങ്ങനെ രാധികാമ്മേനെ എത്ര പെട്ടെന്നൊന്നും പടിയിറക്കാൻ പറ്റില്ല. കാരണം രാധികാമ്മ ഗോവിന്ദനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു ഇത്തിൾ ചെടിയെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് പറ്റിപ്പിടിച്ച് കളയാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതും നമ്മളിത് കാണാൻ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇത് കൂടുതൽ എത്തുന്നതും ഒക്കെ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗീതു അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.